പവർ റൂം ടാസ്കിൻ്റെ ഇടയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എനിക്ക് കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ അത് അവസാനം ജിൻഡോ കൊണ്ട് കയ്യിൽ നിന്ന് കലോടച്ചളഞ്ഞു. അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ സായി, അതുപോലെ തന്നെ ജിൻഡോ, സിജോ, നന്ദന, ജാസ്മിൻ ആദ്യ റൗണ്ടിൽ പോയല്ലോ. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ഇവർ 4 പേരുമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ജിൻഡോ സിജോയുടെ പേരെടുത്തു. അതിൻ്റെ കാരണം സിജോ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. വന്ന ഉടനെ തന്നെ പവർ ടീമിൽ കയറാൻ നിൽക്കണ്ട, കുറച്ച് ടൈം എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കയറി. കാരണം ഇവിടെ 19 ദിവസമായി, ഒരുപാട് മാറിയിട്ടുണ്ട് ഷോ. അപ്പം ഞാനാണെങ്കിൽ നേരത്തെ പവർ ടീമിൽ കയറിയിട്ടുമുണ്ട്, അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോ എന്തായാലും ഇനിയിപ്പോൾ കയറാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ സിജോ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ജിൻഡോ ഓൾറെഡി പവർ ടീമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയ ജിൻഡോ എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി കൂടുതലൊന്നും കാണാനില്ല. എന്നാൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഞാൻ ഇനി കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എന്തായാലും പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നാണ് അവിടെ മറുപടിയായിട്ട് ശരിക്കും സിജോ പറയുന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി സിജോ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ഇവിടെ ചെയ്ത പല പ്രവൃത്തികളും എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് നിങ്ങൾ കയറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അവർ തമ്മിലൊരു ഹെൽത്തി കോൺവെർസേഷൻ സൂപ്പർ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിനിടയിൽ സായി എന്ത് ചെയ്യുന്നു, സായിയും ഇപ്പോൾ സംസാരിക്കാനായിട്ട് വരുന്നു. സായി നന്ദനയുടെ പേരെടുത്തിട്ട് പറയുന്നുണ്ട്, നന്ദന ഇവിടെ എന്നോടൊപ്പം വൈൽഡ് കാർഡായിട്ടാണ് വന്നത്, പക്ഷേ ഡിപ്പെൻഡഡ് ആയിട്ട് നന്ദന നിൽക്കുന്നത് പോലെ നന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നന്ദന എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദന പറയുന്നുണ്ട്, അതെൻ്റെ ഗെയിമാണ്, അത് സ്മാർട്ട് മൂവ് ആയിരുന്നു കേട്ടോ നന്ദനയുടെ, അതെൻ്റെ ഗെയിമാണ് എന്ന് പറഞ്ഞ് നൈസിനെ അതിനെ അങ്ങോട്ട് ഒതുക്കി കളഞ്ഞു. അത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ സായി വിട്ടുകൊടുക്കുന്നില്ല. സായി പറയുന്നുണ്ട്, നന്ദന എന്തായാലും ഈ ഇങ്ങനെ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അകത്ത് കയറിയിട്ട് പിന്നെ എന്ത് ചെയ്യാനാണ്, എനിക്ക് തോന്നുന്നില്ല നന്ദനയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ നന്ദനയെ പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പവർ റൂമിലേക്ക് എന്ന് സായി പറയുന്നു. ഇവരൊക്കെ തമ്മിൽ ഫ്രണ്ട്സ് ആണ്. എന്തായാലും ഇവർ ചിലപ്പോൾ ജിൻഡോയെ പുറത്താക്കുമായിരിക്കും, അല്ലെങ്കിൽ സിജോയെ പുറത്താക്കുമായിരിക്കും, എന്നിട്ട് ഇവരെ കയറുള്ളൂ. പക്ഷെ ആ ആർഗ്യുമെന്റിന്റെ ഇടയിൽ അവർ നല്ല പോയിന്റുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജിൻഡോ എന്ത് ചെയ്ത് മണ്ടത്തരം കാണിച്ചിടേ. വേറെ ഒന്നുമല്ല, ജിൻഡോ കയറി പറഞ്ഞ്, ഞങ്ങൾ ആണുങ്ങൾ അവിടെ കയറട്ടെ, ഓൾറെഡി അവിടെ 2 പെണ്ണുങ്ങളുണ്ട്, ഇനി ഞങ്ങൾ ആണുങ്ങൾ കയറട്ടെ എന്നൊരു സാധനം എടുത്ത് പറഞ്ഞു. ഈ സാധനം അവിടെ വർക്ക് ആവത്തില്ല. കാരണം അവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ള ഒരു 2 ആണ് കയറിയെങ്കിൽ 2 പെണ്ണ്, അല്ലെങ്കിൽ 2 പെണ്ണ് 2 ആണ് എന്നുള്ള കണക്കൊന്നും അതിനകത്തില്ല. ഗെയിം മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പൊ അവിടെ അകത്ത് 2 പെൺകുട്ടികളായിരിക്കാം, അതുകൊണ്ട് ഇനിയിപ്പോ 2 ആണുങ്ങളെ വിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ടാസ്കിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അതല്ലല്ലോ ഇത്. ഇവിടെ നമ്മൾ നമ്മുടെ പോയിന്റ്സ്, വാലിഡ് പോയിന്റ്സ് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുക. നമ്മൾ കൺവിൻസിങ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടും അവർ നമ്മൾ അൺഫെയർ ആയിട്ട് പുറത്താക്കിയ ഓഡിയൻസ് അത് ജഡ്ജ് ചെയ്യും, ഓഡിയൻസ് അതനുസരിച്ച് വോട്ട് ചെയ്യും. അതാണ് ഈ ഗെയിം ഷോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് എടുത്ത് ഇട്ടതോടുകൂടി ജിൻഡോ പുറത്തേക്കുള്ള ഒരു വഴി ഒരുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. റൗണ്ട് 2 അങ്ങനെ ഇത് പിന്നെ നമ്മുടെ നന്ദന കയറി അങ്ങ് പിടിച്ചു. ആണ് പെണ്ണൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചു. ബ്രില്യൻറ്റ് മൂവ് ആയിരുന്നു, നന്ദന കയറി പിടിച്ചു. അങ്ങനെ ജിൻഡോ ആ റൗണ്ടിൽ പുറത്തു പോവുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു റൗണ്ടിൽ നല്ല രസകരമായ സംഭാഷണങ്ങൾ, പോയിന്റുകൾ പറഞ്ഞുകൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു പ്ലസ് പോയിന്റ്. മാത്രമല്ല, ജിൻഡോ സിജോയ്ക്കെതിരെയും സിജോ ജിൻഡോയ്ക്കെതിരെയും കളി തുടങ്ങി. സായി നന്ദനയും ഒരുപോലെ ഗെയിമിലേക്ക് ഇറങ്ങി. സോ കുറച്ചും കൂടെ ഉഷാറായതുപോലെ തോന്നി.